ഹലോ കൂട്ടുകാരെ, ഇച്ചായൻ്റെ ചിപ്പൂസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് പബ്ലിക് മറൈൻ അക്വേറിയമാണ്. മറൈൻ വേൾഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസും മറ്റും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഞങ്ങൾ മാക്സിമം പറ്റുന്ന രീതിയിലൊക്കെ ഇതിൻ്റെ വിഷ്വൽസ് നിങ്ങൾക്കായി പകർത്തുന്നുണ്ട്. മുഴുവനായി കണ്ടാലേ അതിൻ്റെ ഒരു ഫീൽ നിങ്ങൾക്ക് ലഭിക്കൂ. അതായത് നിങ്ങൾ നേരിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് വേറെയാണ്, എങ്കിലും ഇവിടെ വന്ന് കണ്ടതിൻ്റെ ഒരു ഫീൽ ലഭിക്കാനാണ് ഞാൻ ഈ പറഞ്ഞത്. മാത്രമല്ല, ഈ യാത്രയുടെ മുന്നോട്ട് പോകും തോറാണ് നമുക്ക് കൂടുതൽ ആകർഷകമായ പല സംഭവങ്ങളും കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഞങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ ഡീറ്റെയിലായി പല കാര്യങ്ങളും നിങ്ങൾക്ക് കാണാനായിട്ട് ഈ വീഡിയോയിൽ അവസാനം വരെ കാണുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ നിങ്ങൾക്ക് കടന്നു ചെല്ലുമ്പോൾ ധാരാളം കൊത്തുപണികളും ആർട്ട് വർക്കെല്ലാം കാണാൻ സാധിക്കും. അതെല്ലാം നമ്മൾ കണ്ടു നിൽക്കേണ്ട ഒന്ന് തന്നെയാണ്. എനിക്ക് എത്രത്തോളം നിങ്ങൾക്ക് കാണിക്കാൻ കഴിയും എന്ന് അറിയില്ല, എന്നാലും ഈ വീഡിയോ മാക്സിമം ഞങ്ങൾ കാണിച്ചു തരുന്നതാണ്. ഇത് ജസ്റ്റ് ഒരു അക്വേറിയം മാത്രമല്ല, ഇവിടെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന പല കാര്യങ്ങളുമുണ്ട്. അതായത് ഇതിൻ്റെ അടുത്ത് തന്നെ ചിൽഡ്രൻസ് പാർക്ക്, മുതിർന്നവർക്ക് കളിക്കാനുള്ള സീനിയേഴ്സ് പാർക്ക്, ബേർഡ്സ് ഫീഡിങ്, ഫിഷ് ഫീഡിങ്, പിന്നെ കുട്ടികൾക്ക് ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്ക് മീൻ പിടിക്കാനുള്ള സാഹചര്യം അത് കിട്ടുക എന്നത് ഒരു വലിയ കാര്യമാണ് അല്ലേ. അങ്ങനത്തെ ഒരു നമുക്ക് എന്താ പറയുക, മീൻ പിടിച്ച് കളിക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥലവും ഇവർ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഇതിനെ പുറമെ തന്നെ നോക്കുമ്പോൾ ഹോഴ്സ് റൈഡിങ്, അതായത് കുതിര സവാരി, പിന്നെ ഉള്ളിലെ ട്രെയിൻ യാത്ര, ബമ്പർ കാർ, അതുപോലെ തന്നെ 16D സ്റ്റുഡിയോ, അങ്ങനെ പല കാര്യങ്ങളും ഈ എന്താ പറയുക ചുറ്റളവിൽ തന്നെ എല്ലാം നിങ്ങൾക്ക് ആസ്വദിക്കാനായിട്ട് അനുഭവിക്കാനും സാധിക്കും. ഇവിടുന്ന് പുറത്തേക്ക് കടന്നാൽ ഉടനെ ഒരു 500 മീറ്റർ അല്ലെങ്കിൽ 1/2 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ തന്നെ ബീച്ചിലേക്ക് നമുക്ക് എത്താവുന്നതാണ്. നല്ലൊരു ആംബിയൻസും മറ്റും ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരിക്കും ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിലാണ് ഇവിടെ എല്ലാം സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല, ബഗ്ഗി റൈഡിങ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിനും ഇവിടെ അവസരമുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും, ഇപ്പോൾ പട്ടം പറത്താം, അങ്ങനെ എന്തൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും അത് ഈ ചുറ്റളവിൽ തന്നെ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വരാൻ സാധിക്കുന്നവരൊക്കെ നേരിട്ട് തന്നെ വന്ന് കണ്ട് ആസ്വദിക്കാനും അനുഭവിക്കാനും ശ്രമിക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രത്തോളം മനോഹരം തന്നെയാണ്. ഞാൻ എല്ലാവരും പറയുന്ന പോലെ എന്താ പറയുക, എല്ലാം നമ്മൾ ഭംഗിയാണെന്ന് പറയില്ലേ, പക്ഷേ ഇതങ്ങനെയല്ല. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് ഈ മറൈൻ വേൾഡ്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ എൻട്രൻസ് അല്ലെങ്കിൽ അക്വേറിയത്തിക്ക് വേണ്ട ടിക്കറ്റ് കൗണ്ടർ, അവിടേക്ക് നമ്മൾ നടന്നു നീങ്ങുകയാണ്. ഇവിടെ ചാർജസ് എന്ന് പറയുന്നത് പെർ ഹെഡ് 400 റുപ്പീസാണ്. സീനിയേഴ്സ് ആണെങ്കിൽ ഒരു 50 റുപ്പീസ് താഴെ കുറഞ്ഞു കിട്ടും. വലിയ ഡിഫറൻസ് അല്ല, എങ്കിലും 350 റുപ്പീസാണ് സീനിയേഴ്സിന് ചാർജ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ചിൽഡ്രൻസിന് ചാർജ് 280 റുപ്പീസാണ് ചിൽഡ്രൻസിന് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ചാർജസ് എല്ലാം ഞങ്ങൾ ജസ്റ്റ് ഇതിൽ കാണിക്കുന്നതാണ്, നിങ്ങൾക്കത് കണ്ടറിയാം. നമുക്ക് ഇതിന് മുമ്പ് ചാർജ് കുറവായിരുന്നു, പക്ഷേ ഇപ്പോൾ കുറച്ച് കൂട്ടിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ അക്വേറിയത്തിലേക്ക് പ്രവേശിക്കുകയാണ്.
സെക്യൂരിറ്റി അവിടെ നിൽക്കുന്നുണ്ട്. അവർക്ക് ടിക്കറ്റ് കാണിച്ച് നമ്മൾ ഉള്ളിലേക്ക് നടന്നു നീങ്ങുമ്പോൾ അവിടെയും നമുക്ക് നടക്കാൻ കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ ഉള്ളിലേക്ക് നടന്നു നീങ്ങുമ്പോൾ. അപ്പോൾ നടന്നു നീങ്ങുന്ന ആ പാതകളെല്ലാം വളരെ മനോഹരമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ചെടികളും സൈഡിൽ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസ്. പക്ഷെ ആ സമയത്ത് നമ്മൾ ആരും കണ്ടില്ല അവിടെ. എന്നാലും നമുക്ക് കൂടുതൽ ഉള്ളിലെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല, കാരണം നമുക്ക് കാണാൻ ഒരുപാടുണ്ട് അതിനുള്ളിൽ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ പ്രവേശിക്കുമ്പോൾ ഒരു ലോ ലൈറ്റ് ആംബിയൻസിലാണ് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം വിഷ്വൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലെങ്കിൽ വ്യക്തമാവുമെന്നറിയില്ല. എന്നിരുന്നാലും ഞങ്ങൾക്ക് സാധിക്കുന്ന തരത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരുന്നുണ്ട്. കടന്നു ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഒരു കാറൊക്കെ വെച്ച് കാറിൻ്റെ ഉള്ളിൽ മീനുകളെല്ലാം ഓടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അത് നിങ്ങൾക്ക് കാറ് കാണാൻ സാധിക്കുന്നുണ്ടോ എന്നറിയില്ല. പക്ഷേ ഇപ്പോൾ ഈ കാണിക്കുന്ന ദൃശ്യത്തിൽ കാറിൻ്റെ ഗ്ലാസിൻ്റെ ഉള്ളിലാണ് ഈ മീനുകളെല്ലാം ഓടുന്നത്. അപ്പോൾ പിന്നെ ഞാൻ അധികം സംസാരിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ കുറച്ച് നേരം നിങ്ങൾക്ക് തന്നെ ഇതിനുള്ളിൽ ഒന്ന് ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഞാൻ വീണ്ടും നിങ്ങൾ ഇതിലേക്ക് തന്നെ മടങ്ങി വരാം. മാത്രമല്ല, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചിപ്പൂസിൻ്റെ സൗണ്ട് കേൾക്കുന്നില്ല എന്ന്. ചിപ്പൂസ് ഇതെല്ലാം കണ്ട് ആസ്വദിക്കുകയാണ്. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞാൽ ചിപ്പൂസായിരിക്കും നിങ്ങൾക്ക് ഇതെല്ലാം പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്കെല്ലാം കാഴ്ചകളും കണ്ടു നീങ്ങാം.
അങ്ങനെ നമ്മൾ ഇതിൻ്റെ അടുത്ത ഒരു സെക്ഷനിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇതുപോലെ ഒട്ടനവധി സംഭവങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ടുണ്ട്. ഉള്ളിലേക്ക് നടന്ന് നീങ്ങും തോറാണ് കൂടുതൽ ആകർഷണീയമായ അല്ലെങ്കിൽ കൂടുതൽ നമ്മളെ വിസ്മയപ്പെടുത്തുന്ന പല കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തുടർന്ന് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. കൂടുതൽ വെറൈറ്റി സെക്ഷൻ ഇല്ലെങ്കിൽ ഡീപ് സീ ആഴക്കടലിൽ കാണാൻ സാധിക്കുന്ന പല ജീവജാലങ്ങളും നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമുക്ക് തുടർന്ന് കാണാം. നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് കുറച്ച് ചവിട്ടുപടികളൊക്കെയും കാണാം. അപ്പോൾ ഇവിടെ സെക്യൂരിറ്റി നമ്മളോട് പറഞ്ഞു ചെരുപ്പ് ഊരി വെച്ചതിന് ശേഷം നടക്കുക. കാരണം അവിടെ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ആ ഗ്ലാസ്സിൽ വെള്ളത്തിൻ്റെ തുള്ളികളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. നമ്മളെ കാല് സ്ലിപ്പാവാണ്ടിരിക്കാനാണ് നമ്മൾ ചെരുപ്പ് ഊരി വെച്ചിട്ട് നമ്മൾ ആ ഗ്ലാസ്സിന് മേലെ നടക്കാൻ പറയുന്നത്. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു എന്താ പറയുക, ഒരു വലിയ മീനാണ്. ഏതാ മീൻ എന്നൊന്നും അറിയില്ല. കാരണം നമ്മൾ ഇതൊക്കെയും ആദ്യമായാണ് ഇങ്ങനത്തെ പല മീനുകളും കാണുന്നത്. ഇതിൽ ചില മീനുകൾ ഇല്ലെങ്കിൽ ചില ഫിഷ് ടാങ്കുകളിലെ മീനുകളെ ഞങ്ങൾ കാണിക്കാത്തതിൻ്റെ കാരണം നിങ്ങൾ പലപ്പോഴും കണ്ടു കാണും അത്തരം മീനുകൾ, അല്ലെങ്കിൽ പുതുമയാർജിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് കൂടുതൽ ഞങ്ങൾ സൂം ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായി കാണിക്കുന്നത് ഇതിൽ. അങ്ങനെ നമ്മൾ ആ ഒരു സെക്ഷനിൽ നിന്ന് മറ്റൊരു സെക്ഷനിലേക്ക് നീങ്ങി ഈ കടക്കുന്ന സെക്ഷനിൽ വെച്ച്, അതായത് കുറച്ച് ലൈറ്റുള്ള ഒരു സ്ഥലമെന്ന് പറയുന്നത് ഇവിടമാണ്. ഇവിടെ വെച്ച് നമുക്ക് ചെയ്യാൻ ആക്ടിവിറ്റീസ് ഉണ്ട്. അതായത് നമുക്ക് ഇവിടെ ഫിഷ് ഫീഡിങ് സാധ്യമാണ്. അതായത് നമ്മുടെ കാലുകളെല്ലാം നമുക്ക് ഈ വെള്ളത്തിലോട്ട് മുക്കി വെച്ച് നമുക്ക് നമ്മുടെ കാലിലത്തെ അഴുക്കുകളും മറ്റും അത് വന്ന് കൊത്തുന്നതായി നമുക്ക് ആ ഒരു ഫീൽ അനുഭവിക്കാൻ അത് ഇവിടെ നിന്നാണ് നമുക്ക് പറ്റുന്നത്. ഇതിന് പ്രത്യേകിച്ച് കോസ്റ്റോ മറ്റു സംഭവങ്ങളില്ല. അത് ഈ പാക്കേജ് അല്ലെങ്കിൽ അക്വേറിയം എൻട്രി ഫീൽ ഉൾപ്പെടുന്ന ഒന്നാണ് ഈ ഒരു ഫിഷ് ഫീഡിങ്. ഇതാ നമ്മുടെ ചിപ്പൂസ് ഇത്ര നേരം ഒളിഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതാ നമ്മുടെ മുന്നിലുണ്ട്. ചിപ്പൂസ് ആദ്യം മുക്കിയപ്പോൾ തന്നെ ആകെ എന്തോ വന്ന് പെട്ടെന്ന് നമ്മൾ കൊത്തുമ്പോൾ നമുക്ക് ഇക്ലിയാവേ അങ്ങനത്തെ ഒരു പ്രത്യേക ഫീലാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഒന്നാണ്. ഇവിടെ കുറേ ഫിഷ് ടാങ്കുകളുണ്ട്. നമ്മൾ ഇതിൽ എല്ലാം നമ്മൾ കാണിക്കുന്നില്ല, എങ്കിലും കുറച്ചൊക്കെ നമുക്ക് വ്യത്യസ്തമായി തോന്നുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മളിതിൽ പകർത്തുന്നുണ്ട്. ഈ ഫിഷ് ടാങ്കുകൾ അല്ലെങ്കിൽ ഫിഷ് ഫീഡിങ് നടക്കുന്നതിൻ്റെ മധ്യഭാഗം അല്ലെങ്കിൽ സെൻട്രലായി ഒരു കഫേ ഷോപ്പുണ്ട്. അവിടെ നമുക്ക് ഇരിക്കാവുന്ന ഏരിയയും ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇരുന്ന് വിശ്രമിക്കാം. ചായ, കോഫി,
കൂൾ ഡ്രിങ്ക്സ്, ഐസ്ക്രീം, സ്നാക്സ് ഐറ്റം, ബിസ്ക്കറ്റ്, അങ്ങനെ പല ഐറ്റംസും ഇവിടെ നിന്ന് ലഭ്യമാണ്. അപ്പോൾ ഒരു വിശ്രമ സ്ഥലം കൂടിയാണ് ഈ വെളിച്ചം തരുന്ന ഈ ഏരിയ. ഇതിൽ രസം എന്താണെന്ന് വിചാരിച്ചാൽ, ഞാൻ ഈ ദൃശ്യങ്ങൾ പകർത്തുന്ന ടൈമിൽ ചിപ്പൂസ് ഇവിടെ ഒന്നുമില്ല. കാരണം ചിപ്പൂസിനെ എന്താ പറയുക, ആ ഫിഷ് ഫീഡിങ്, അതായത് കാല് വെള്ളത്തിലോട്ട് മുക്കി വെച്ച് ഇരുന്ന് അവിടെ ചെറിയ കുട്ടികൾ ഒരുപാട് വന്നിരുന്നു ആ ടൈമിൽ. അപ്പോൾ ആ കുട്ടികളോടൊത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ചിപ്പൂസ് ഇതിൽ എന്തൊക്കെ മീൻ കണ്ടുവെന്ന് വരെ എനിക്കറിയില്ല. കാരണം ഇതിൽ അവസാനമാണ് ചിപ്പൂസിനെ പിടിച്ചു വലിച്ചാണ് അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ കൊണ്ടുപോയത്. ഈ മീനിൻ്റെ ദൃശ്യങ്ങൾ പകർത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ പല വഴിയും നോക്കി ഇതിൻ്റെ മുഴുവൻ രൂപം കിട്ടാൻ. പക്ഷേ എന്താ പറയുക, അതിരിക്കുന്ന പൊസിഷൻ, നമുക്ക് നിൽക്കാവുന്ന ഡിസ്റ്റൻസ്, ഇത് വെച്ചിട്ട് നമുക്ക് ഇത്രയും ആണ് നമുക്ക് കാണിക്കാൻ സാധിച്ചത്. അങ്ങനെ നമ്മൾ ചിപ്പൂസിനെയും വലിച്ചുകൊണ്ട് അടുത്ത സെക്ഷനിലേക്ക് കടക്കുകയാണ്. ഈ സെക്ഷനിൽ കാണാൻ സാധിക്കുന്നത്, ഇവിടെയും നമുക്ക് നല്ല ലൈറ്റ് അവൈലബിൾ ആണ്. അതിനൊരു കാരണം കൂടിയുണ്ട്. ഇവിടെ നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മൾ ഈ അക്വേറിയം കാണാൻ വരുമ്പോൾ നമ്മളെ പിടിച്ചു നിർത്തി ഫ്രീ ആയിട്ട് ഇവർ ഫോട്ടോസ് എല്ലാം എടുക്കും. ഈ ഫോട്ടോസ് എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഫോട്ടോസ് എടുത്തതിന് ശേഷം അവർ നമുക്ക് ഇതിൻ്റെ ഒരു കൂപ്പൺ തരും. ഈ കൂപ്പൺ അക്വേറിയത്തിൻ്റെ പുറത്തേക്ക് കടക്കുമ്പോൾ അവിടെ ഒരു കൗണ്ടറിൽ കാണിച്ചാൽ ഇത് അവർ സിസ്റ്റം അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഇതിൻ്റെ എടുത്ത ഫോട്ടോസ് കാണിച്ചു തരും. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പല സൈസിലുള്ള ഫോട്ടോസ് അവിടെ നിന്ന് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. നിങ്ങളിൽ പലരും ഈ ഫ്രഷ് വാട്ടർ മീനുകളാണ് ഇവിടെ, അത് കണ്ടു കാണും. അതുകൊണ്ട് തന്നെ നമ്മൾ അധികം നേരമൊന്നും ഇവിടെ സ്പെൻഡ് ചെയ്തില്ല. ജസ്റ്റ് ഫോട്ടോസ് എല്ലാം എടുത്തു ഒന്നെല്ലായിടത്തേക്കും കണ്ണോടിച്ച് അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ നടന്നു നീങ്ങി. ഇവിടെ നമുക്ക് എന്താ പറയുക, ഇതെല്ലാം ഡീപ് സീ അല്ലെങ്കിൽ ആഴക്കടലിൽ കാണാവുന്ന തരം മീനുകളാണ്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഇവിടെ നിന്ന് തുടർന്ന് കാണുമ്പോൾ പല വെറൈറ്റി മീനുകളും ദൃശ്യമാകും. ഇത് നമ്മുടെ ചെമ്മീനാണ്.
പലതരം ചെമ്മീനുകളുണ്ട്. അതിൻ്റെ പല രൂപത്തിലും ഭാവത്തിലും നമുക്ക് ഈ വീഡിയോസിൽ തുടർന്ന് കാണാവുന്നതാണ്. ലോബ്സ്റ്റർ, സ്പൈനി ലോബ്സ്റ്റർ പലരും കഴിച്ച് കാണും. അപ്പോൾ അതിൻ്റെ തന്നെ പല വെറൈറ്റീസ് ഇവിടെ കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ റെയിൻ ഫോറസ്റ്റ് അതായത് ഒരു കാടിൻ്റെ ആംബിയൻസ് ഇവിടെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അവിടേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇനി നമ്മുടെ ഈ വീഡിയോ ചിപ്പൂസ് ആയിരിക്കും പറഞ്ഞു തരുന്നത്. ഒരു കാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കടൽ മീനിൻ്റെ ഒരു സ്രാവ് പോണ പോലത്തെ ഒരു സംഭവമൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ചെറിയൊരു വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റും. ശരിക്കൊരു കാടിൻ്റെ പശ്ചാത്തലമാണ് ഇവിടെ കാണിക്കുന്നത്. കണ്ട വലിയ മീൻ, കാടിൻ്റെ പശ്ചാത്തലം കണ്ട, മറൈൻ വേൾഡ്. നമ്മുടെ അടിയിലത്തെ വെള്ളത്തിൻ്റെ അടിയിൽ കൂടിക്കും, നമ്മുടെ അടിയിൽ വെള്ളമുള്ള അതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ പോകുന്നുണ്ട്. ഇതൊക്കെ തകർന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ അതിൻ്റെ വായിലേക്ക് പോവുക. ശരിക്കും പറഞ്ഞാൽ പേടിക്കണം, എന്നുവെച്ചാൽ ആസ്വദിക്കണം. ശരിക്കും ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് വരണമെങ്കിൽ, നമ്മൾ ഒറ്റയ്ക്കാണ് ഇവിടെ ഉള്ളതെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മൾ പേടിക്കും. ഇവിടെ ആൾക്കാരൊക്കെ ഉള്ള കാരണം കുഴപ്പമില്ല, കുറേ അധികം ആൾക്കാർ ഇവിടെ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ ആളുകൾ കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ ശരിക്കും പേടിക്കും. ഇവിടെ നിന്ന് ഒരു ഇറക്കാണ് കുത്തനെ അടിയിലേക്ക്. ഇവിടെ വേറൊരു അത്ഭുത ലോകമാണ്. നമ്മള് ശരിക്ക് കടലിന്റെ അടിയിൽ പോയവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പോവാത്തവർക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു വേദിയാണ്. അപ്പോൾ ഇത്രയും ഭംഗിയുള്ള കിളിപ്പച്ചി, മഞ്ഞ്, വയലറ്റിൻ്റെ സൈഡിൽ ഒരു മഞ്ഞ ഷെയ്ഡുള്ള മീനുകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതൊരു ജീവിയാണ്, ഇതൊരു ഏത് തരം മീനാണെന്ന് ഞങ്ങൾ കാണിക്കാൻ. ഇതേ കണ്ട, ഇളകുന്നുണ്ട്, കാണാനില്ലേ? ഒരു മഞ്ഞ കളറില് അതെ, കണ്ണും മൂക്കൊക്കെ ഉണ്ടിട്ടതിന് നമുക്ക് കാണാൻ പറ്റത്ത മീനാണ്. ഇപ്പൊ വെറൈറ്റി മീൻ, ഇതൊരു മീനാണ്. ഇതേ കണ്ട, കണ്ണ് തിളങ്ങുന്ന ഒരു കണ്ണ് കണ്ട, മരത്തിന്റെ ചില്ല പോലെ ഇരിക്കണമെന്ന് തോന്നുന്നു അടിയിൽ. അതൊരു മീനാണ്. ഇതും ഒരു മീനാണ്. എനങ്ങാണ്ട് അവിടെ നിൽക്കുക. അധികം നമുക്ക് കാണാൻ പറ്റാത്ത മീനുകളാണ് ഇതിൽ കാണിക്കുന്നത്. ഞങ്ങള് ഒരുപാട് മീനുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഒരു മീൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് മുന്നോട്ട് പോവാൻ സത്യം പറഞ്ഞാൽ തോന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ അധികം നേരം നിൽക്കാത്തത്. പിന്നെ സ്റ്റാർ നക്ഷത്രത്തിലുള്ള മീനുകളൊക്കെ ഇതിൽ കാണാൻ. ഈ മീന് ഒരു പ്രത്യേകതരം മാർബിൾ കളറാണ്. നമ്മളെ വൈറ്റ് മാർബിൾ കളർ മീനാണ്.
അപ്പം അതിന് അതിങ്ങനെ ഒരെണ്ണം മാത്രം ഇങ്ങനെ തുള്ളിക്കൊണ്ട് പോകുന്നുണ്ട്, ഒരെണ്ണം ഒളിച്ച് കളിക്കുകയാണ്. ഭയങ്കര സ്പീഡാട്ടോ ഈ മീന്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മീനാണെന്ന് തോന്നുന്നു. ബ്ലാക്കും ഉണ്ട് വൈറ്റും ഉണ്ട്. ഇപ്പൊ പേര് ഇതിന്റെ പേര്. പിന്നെ നക്ഷത്ര മീനും കണ്ട നിങ്ങള്. ഇത് വേറെ മരത്തിന്റെ ചില്ല പോലെ ഇരിക്കുന്ന ഒരു വേറെ മോഡൽ മീനാണ്. ശരിക്കും പറഞ്ഞാൽ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇപ്പൊ ശരിക്കും ഭംഗി ആസ്വദിക്കാൻ പറ്റും. ഫുൾ നമ്മളെ ഫോണിൽ ഫുള്ളായിട്ട്, അതായത് ഫുൾ സ്ക്രീനായിട്ട് കാണാനായിട്ട് നോക്കുക. അപ്പോഴാണ് കൂടുതൽ ഭംഗി നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റാം. നക്ഷത്ര മീൻ, നമ്മള് നക്ഷത്ര കേക്ക് ഇരിക്കണ പോലെയാണ് നക്ഷത്ര മീൻ ഇരിക്കണത്. കണ്ണുകൾക്കാണ് നീലക്കണ്ണ്. ഒരു പാമ്പല്ല, അത് മീനാണ് തോന്നിട്ടാ. ഇതിന് ജീവനുണ്ട് കേട്ടാ. കണ്ടാ കിടക്കുന്നുണ്ട്, ജീവനുണ്ട്. ഒരു പാമ്പ് കിടക്കണു. പാമ്പല്ല, ഒരു എന്താ പറയാ, അതിന്റെ മുഖഭാഗം നോക്കിയ മൂക്കിന്റെ ഭാഗം ശരിക്കും കൊക്കിന്റെ പോലെയില്ലേ. പാമ്പിന്റെ ശരീരവും കൊക്കിന്റെ മുഖം. ഇത് ഫൈറ്ററാണ്. നമ്മൾ ഒറ്റയ്ക്ക് എല്ലാത്തിലും പല കളർ കൊടുത്തിട്ട് അവര് ഫൈറ്റർ ഇട്ടേക്കാണ്. ഇപ്പൊ ഫൈറ്ററാണ്, ഒറ്റയ്ക്ക് വളർത്തണ ഫൈറ്റർ. അപ്പം നല്ല ഭംഗിയിൽ അവര് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നക്ഷത്ര മീന്, ഇതിൻ്റെ ഉള്ളില് നിറച്ച് നക്ഷത്ര മീന് നമുക്ക് കാണാൻ പറ്റും. ഇതേ കണ്ട, റെഡ് കളറ് നക്ഷത്ര മീന്. ചില മീനുകൾക്കൊക്കെ വിഷമുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കണ്ട, നല്ല ഭംഗിയില് മുത്ത് പിടിപ്പിച്ച പോലെയാണ് നക്ഷത്ര മീനുകൾ. ഒരെണ്ണം ചില്ലിന് മേലെ കൂടെ വരുന്നുണ്ട്. ഇതാണ് നമ്മളെ കടലിന്റെ ഏറ്റവും അടിയിൽ, ആഴക്കടലിന്റെ ഉള്ളിൽ കാണുന്ന നക്ഷത്ര മീനുകൾ. ഒരാളിവിടെ നിൽക്കുന്നത്, ആളുടെ വാഴയുടെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ പോകാൻ പോണേ. അപ്പൊ ഞാൻ പോട്ടെ, ഞാൻ നിങ്ങൾക്ക് ടാറ്റ തന്നു. ഞാൻ പോവാണ്. അപ്പോ നമ്മള് ശരിക്ക് അതിന് മീനുകൾ മാത്രമല്ല കേട്ടോ, ഇതിന്റെ ഉള്ളില് കൊറേ രൂപങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ അത്ഭുതപ്പെടും. ഈ മീനിന്റെ പേരാണിത്. നിങ്ങൾ വായിച്ചില്ലേ? അതാണ്. അപ്പോ ഇവിടെ ഈ മീന് ഇത് പൂ പോലെ നിൽക്കുന്നുണ്ടല്ലോ. മീൻ തന്നെയാട്ടാ. ഈ മീനാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പറന്ന് നടക്കുന്ന മീന്. എന്റെ ചിറകൊക്കെ കാണുമ്പോ തന്നെ ഫുള്ളായി ആ ഗ്ലോബ്, അതുപോലത്തെ ഒരു ചിറകാണ്. മീന് മാത്രല്ല, ഇവിടെ ഒരു കൊഞ്ചുണ്ട്, നടന്നു പോണ കൊഞ്ച്. നിക്കണ്ട കൊഞ്ച്, മരത്തിന്റെ സൈഡിലാ കൊഞ്ച് നിക്കണം. ഹായ്, നിങ്ങളെങ്ങനെ ഹായ് കൊടുത്തോ കൊഞ്ചിന്? കൊഞ്ച് പറയാ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിന്റെ മുഖം കണ്ടില്ലേ, ചെമ്മിയ മൊന്ത. അല്ല, ഇതിന്റെ ഞണ്ടല്ല, കൊഞ്ച് നടക്കണ നോക്കി. കൊറേ പേര് കൊഞ്ച് നടക്കണ കണ്ടിട്ടുണ്ടാവില്ല. കൊഞ്ച് നമുക്ക് വീഡിയോയില് പോസ് ചെയ്ത് നടക്കുക. കൊറേ തരത്തിലുള്ള ഡാൻസ് കളിച്ചിട്ടാണ് നടക്കുക. ഇത് ജീവനുള്ളൊരു വസ്തു ആട്ടോ. മീനാ, ഒരു ജീവനുള്ള മീനാണ് ഈ കാണുന്നത്. കണ്ണ് തുറന്നു കണ്ട, അതാ കണ്ണ് തുറക്കണത്.
ഇത് കണ്ട കണ്ണ് തുറന്നു അടച്ചു ചെറുതായിട്ടുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇതിന്റെ കടലിന്റെ അടിയിൽ ഇതൊക്കെ ഒരു മരം കിടക്കണ പോലെയാവും, പക്ഷെ അത് ശരിക്കും മീനുകളാണ്. ഇപ്പൊ നേരെ കാണാൻ ഓന്തിനൊക്കെ ഇവിടെ കാണുന്നുണ്ട്. എനിക്ക് പോണ വഴിക്ക് ശരിക്കും കാണാം. നമ്മുടെ കടലിന്റെ അടിയിലെത്തിയേ. പൂക്കളുടെ പേരുകളാണ് മീനുകൾക്ക് ഉള്ളതെന്ന് തോന്നുന്നു. പൂക്കളും മീനുകളും തമ്മിൽ നല്ല ബന്ധമുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടാ. നിറച്ച് കട്ട കൂടി മീനുകളൊക്കെ നടക്കുന്നുണ്ട്. ശരിക്കൊരു കാടിന്റെ പശ്ചാത്തലത്തില് ഫീൽ ചെയ്യാം. ഇതിന്റെ മോൾ ഭാഗത്തൊക്കെ കൊഞ്ചിന്റെയും ഇതിനൊക്കെ ശരിക്കും രൂപങ്ങള് അവര് പണിത് വെച്ചിട്ടുണ്ട്. കണ്ട ഈ മീന് എന്താ മുതലയുടെ മുഖമായിട്ട് നിക്കണ മാർബിളാ. ഇത് മീനാണോന്ന് ഡൗട്ടുണ്ട്. സംഭവം ഇതാണ് സംഭവം. ഒന്നിന്റെ പോലത്തെ സാധനം തോന്നുന്നു. എന്താ സംഭവം എനിക്കറിയില്ല. നക്ഷത്രം, നല്ല ജീവനുള്ള നക്ഷത്രം, നല്ല കളർഫുൾ ആയിണ്ടല്ലേ. കടലിന്റെ അടിയിലുള്ള സംഭവം. ഇവിടെ മീനുണ്ട്. ഇതേ ഒരാൾ ഒളിച്ചു നിൽക്കണു പെട്ടിയുടെ ഉള്ളിൽ കയറിയിട്ട്. ഈ മീനാണെങ്കിൽ അവിടെ ആരുമില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് നിക്കുന്നുണ്ട്. നല്ല ഈ മീനുകളുടെ പേരുകള് ഷാർക്കാണ്. ഷാർക്ക് നമ്മളൊക്കെ വിഴുങ്ങിക്കളയും. ഈ മീന് നല്ല രസമുണ്ടല്ലേ. ചിറകൊക്കെ ഇങ്ങനെ കുളു നിൽക്കണ പോലെ. മീനുകൾ മാത്രല്ല, ഞാൻ പറഞ്ഞു നമ്മളെ അത്ഭുത ലോകത്തിന്റെ അടിത്തട്ടില് കുറേ അധികം കാണാൻ ഭംഗിയുണ്ട്. അപ്പൊ ഞാനൊക്കെ ഇതിന്റെ അടിയിൽ നിന്നിട്ട് ഓരോ ഗോഷ്ടി കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. ഞാന് ജസ്റ്റ് ഇത് ആമയുടെ മോൾ ഭാഗത്താണ് ഈ ഫിഷ് ടാങ്ക് ഇരിക്കുന്നത്. അപ്പൊ ആമേനൊക്കെ കണ്ട് നമ്മൾ ശരിക്കുള്ള ഒന്നിനും കാണാൻ പോവാണ്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇതിന്റെ സെക്കൻഡ് പാർട്ടുണ്ട്. അപ്പൊ സെക്കൻഡ് പാർട്ടിൽ ഇതിനേക്കാളും അതിമനോഹരം ഗംഭീരമായിട്ടുള്ള കാഴ്ചകളാണ്. അപ്പൊ നിങ്ങൾ മുഴുവനായിട്ട് വീഡിയോ കാണാൻ ഫീൽ ചെയ്യും. ശരിക്കും പറഞ്ഞെങ്കിൽ തൊട്ടറിഞ്ഞ പോലെയാണ് നമ്മുടെ മറൈൻ വേൾഡിന്റെ അത്ഭുത ലോകം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുടർന്ന് സെക്കൻഡ് പാർട്ട് നിങ്ങൾ എല്ലാവരും കാണണം.